ഹായ്. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിങ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ട്രെൻഡിങ് ആയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റില്ല. കാരണം ഇവിടെയൊന്നും ഈ കാടമുട്ട കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാടമുട്ട ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കാടമുട്ട ഞാൻ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. പുഴുങ്ങിയെടുത്ത ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണമേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കാടമുട്ട നമ്മളെ കോഴിമുട്ടയെ നോക്കുമ്പോൾ അതിൻ്റെ രണ്ടും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീനും അതുപോലെ വൈറ്റമിൻ B12 അയണും ഒക്കെ കൂടുതലായിട്ടുള്ളത്. ഡെയിലി കഴിക്കുമ്പോഴത്തേക്കും നമ്മളെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ അലർജി രോഗങ്ങൾക്കൊക്കെ നല്ല ഒരു ഇതാണ് കേട്ടോ ഈ കാടമുട്ട എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കിവിടെ എന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് അതിനകത്ത് ആ എണ്ണയ്ക്കകത്ത് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഈ മുട്ടയും കൂടി ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. ഒരു 5 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കത് എടുത്ത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടില്ല ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് സുലഭമായിട്ട് കിട്ടുന്നത് എന്നാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.